കഴിവുള്ള പെണ്ണ്, മിടുക്കി, എല്ലാവരും പറഞ്ഞു പലവട്ടം. ഒരിക്കൽ പോലും ആത്മവിശ്വാസക്കുറവ് കാണിക്കാത്തവൾ, ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ടവൾ. അതെ, അവൾ അങ്ങനെയായിരുന്നു. കാലത്തിന്റെ ചക്രം പതിയെ ഉരുളുമ്പോൾ വേഗത്തിൽ നടക്കാൻ തിടുക്കം കാട്ടിയവൾ, നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കാൻ സ്ഥിരോത്സാഹം കാട്ടിയവൾ. ഇടയ്ക്കുള്ള തട്ടലും തട്ടിത്തടയലും കൊണ്ട് വീണുപോയാലും ആ മുറിവിനെയൊക്കെ ഊതി ഉണക്കി മുന്നോട്ട് കരുത്തോടെ നീങ്ങിയവൾ. കരുത്തുറ്റ കനലായിരുന്നു അവൾ എന്നും. പ്രണയത്തെ വേണ്ടെന്ന് തീരുമാനിച്ചവൾ. പക്ഷെ വിധി എന്താണോ പ്രകൃതി എഴുതി ചേർത്തിരിക്കുന്നത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും കാലം എന്ന കാവൽക്കാരൻ. അന്നൊരു ദിവസം നീതിദേവത പതിയെ കണ്ണടച്ചപ്പോൾ ഉതിർന്നു വീണ കണ്ണുനീരിന് പ്രകൃതിയുടെ വിധിക്ക് മുമ്പിൽ ഞാൻ നിസ്സഹായാണ് എന്ന് കൈയൊഴിയുമ്പോൾ ഒരു ധ്വനിയുണ്ടായിരുന്നു. ഒരുപാട് പേർ വന്നു സ്നേഹം ചോദിച്ച്, അതിലേറെ പേർ വന്നു സ്നേഹം വാഗ്ദാനം ചെയ്ത്. എല്ലാം വേണ്ടെന്ന് വച്ചപ്പോഴും പ്രകൃതി പുഞ്ചിരിച്ചു. പിന്നെ വിധിയുടെ പുസ്തകം എടുത്ത് നിവർത്തി. അതിൽ അവളുടെ പേജിൽ കൂടെ ഒരു യാചകന്റെ മകന്റെ പേരുമുണ്ടായിരുന്നു. ആശ്രയത്തിന്റെ അവസാന കച്ചിത്തുരുമ്പാണ് നീ തള്ളിക്കളയരുതേ എന്ന അപേക്ഷയിൽ ആർദ്രഹൃദയം അലിഞ്ഞു. ഒടുവിൽ അവൾ ആ ഹൃദയം അയാൾക്ക് നൽകി. ഇത് കണ്ട് പ്രകൃതി തന്റെ വിധി പുസ്തകം അടച്ചു. എല്ലാം കണ്ടു നിന്ന നീതിദേവത സംഭവിക്കാനിരിക്കുന്ന കാഴ്ചകൾ മുന്നിൽ കണ്ട പോലെ കൈകൾ കൊണ്ട് മുഖം പൊത്തി. കാലം പിന്നെയും ഉരുണ്ടു. രാവു മാറി പകല് വന്നു. പകല് തീർന്ന് വീണ്ടും രാവുകൾ വിരുന്നെത്തി. സ്നേഹം യാചിച്ചു വന്നവന് സ്നേഹവും പണവും ജീവിതമാർഗവും അത്താഴവും അത്താണിയുമായവളെ ദ്രോഹിച്ചും വേദനിച്ചും ഉപേക്ഷിച്ചും ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും കൊല്ലാക്കൊല ചെയ്ത് രസിക്കുന്ന തിരക്കിലായിരുന്നു അയാൾ. അപ്പോൾ മുടി മുതൽ കാൽനഖം വരെ കള്ളവും അഭിനയവും മാത്രം കൈമുതലായ ഒരാൾ. വഴിയെ പോകുന്നവർക്ക് മുതൽ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി നൽകുന്ന അയാൾക്ക് പക്ഷേ അവളുടെ സ്നേഹത്തിന് മാത്രം ഒരു വിലയും തോന്നിയില്ല. ഒരു കള്ളനെ പോലെ പതുങ്ങി വന്ന് ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അയാൾ എല്ലാം കവർന്ന് അടുത്ത ഇരയെ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാത്രം നീങ്ങുന്ന വംശപാരമ്പര്യമുള്ള അയാൾക്ക് ചുറ്റും കാവൽഭടന്മാരെ പോലെ വീട്ടുകാർ നിരന്നു നിന്നു. അവളെ ശിക്ഷിക്കുക, അവളെ ശിക്ഷിക്കുക, അവളെ തള്ളിക്കളയുക എന്നവർ ആർത്തു വിളിച്ചു. ചോര നീരാക്കി അവൾ ജോലി ചെയ്ത പണം കൊണ്ട് ഇളകിയാടി ദൂരേക്ക് തെറിച്ചു വീഴുന്ന ദ്രവിച്ച ദന്തങ്ങളെപ്പോലും മാറ്റിവെച്ചു കൊടുത്തിട്ടും ആ പല്ലുകൾ കൊണ്ട് വെളുക്കെ ചിരിച്ച് അയാളുടെ അമ്മ പ്രഖ്യാപിച്ചു, നിനക്ക് ഭാര്യ വേണ്ട, നീ ദൈവപുത്രനാണെന്ന്. ദൈവപുത്രന്റെ ചെയ്തികൾ നാട്ടുകാരും സമൂഹവും കാണുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് പകരം മറ്റൊരു സ്ത്രീയെ കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോഴും അമ്മ ചിരിച്ചു നിന്നു. ആരായാലെന്താ, പണം കിട്ടിയാൽ മതിയല്ലോ എന്ന മട്ടിൽ. അയാളോടുള്ള ഒറ്റ സ്നേഹത്തിന്റെ കരുണയുടെ പേരിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട 8 വർഷങ്ങളായിരുന്നു. 8 വർഷത്തെ സന്തോഷങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു. ശൂന്യമായ ഏകാന്തതയിൽ വേദനിച്ച് പേടിച്ച് ഒറ്റപ്പെട്ട് വള്ളിപ്പടർപ്പിൽ കുരുങ്ങിപ്പോയ കുഞ്ഞാടിനെ പോലെ അവൾ അലറിക്കരഞ്ഞു. എനിക്ക് വേദനിക്കുന്നു, ഇത്രയും ക്രൂരത പാടില്ല എന്ന് യാചിച്ചു. ഒന്നും ദൈവപുത്രൻ കേട്ടില്ല. പകരം ഒന്നിനു പകരം പല സ്ത്രീകളെ എങ്ങനെ ചതിയപ്പെടുത്താം, പണം മേടിച്ചെടുക്കാം എന്ന വ്യാകുലതയിലായിരുന്നയാൾ. തകർന്നു വീണ സ്വപ്നങ്ങളുടെ ജീവിതത്തിന്റെ ചില്ലുകൾക്കിടയിൽ അവൾ അവളെ തന്നെ, അവളുടെ സ്വപ്നങ്ങളെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം ആ സ്വപ്നങ്ങളെ, അവളുടെ ജീവിതത്തെ അവൾക്ക് ഭംഗിയായി തിരിച്ചു പിടിക്കാൻ പറ്റി. കള്ളപ്രണയത്തെക്കാൾ വലിയൊരു ചതി മറ്റൊന്നില്ലെന്ന് കാലം അവളെ പഠിപ്പിച്ചു. ഒന്നിലും ധൃതി കൂട്ടി മുന്നോട്ട് ഓടേണ്ട കാര്യമില്ല എന്നവൾക്ക് കാലം പറഞ്ഞുകൊടുത്തു. പകലുമായും രാവ് വിരുന്നു വരും, നീ ഉറങ്ങും. രാവുമായുമ്പോൾ നീ ഉണരുമ്പോൾ പ്രഭാതത്തെ നോക്കി നിന്റെ ചുറ്റും നിന്നെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരെ, നീ ഉണരുന്നത് കാണാൻ നോക്കിയിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിക്കൂ. നിന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കൂ. നിന്റെ സന്തോഷങ്ങൾ, സമാധാനം എവിടെയും പോയിട്ടില്ല. ഒരു കള്ളൻ പടിവാതിൽ തള്ളി തുറന്നകത്തു വന്നു ചിലതൊക്കെ വാരിക്കൂട്ടി കടന്നുപോയി. അയാൾ അടുത്ത വീട് നോക്കി മോഷ്ടിക്കാൻ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ നീയും നിന്റെ വീടും ഏറ്റവും വിലപിടിച്ച നിന്റെ കഴിവുകളും അധ്വാനിക്കാനുള്ള ഉത്സാഹവും ആ കള്ളന് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിനക്കൊന്നും നഷ്ടമായിട്ടില്ല എന്ന് കാലം അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. നീതിദേവത വീണ്ടും കണ്ണു തുറന്നു, അവളെ നോക്കി പുഞ്ചിരിച്ചു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കൂ എന്ന് കൂട്ടിച്ചേർത്തു. നിനക്കല്ല നഷ്ടമായത്, നിന്നെപ്പോലെ ഒരാളെ അയാൾക്കാണ് നഷ്ടമായതെന്ന് അവളെ തലോടിപ്പോയ മന്ദമാരുതൻ മന്ത്രിച്ചു. കനൽ അണയില്ല കാലമേറിയാലും എന്ന സത്യം അവളും തിരിച്ചറിയുകയായിരുന്നു. മുറിവുകൾ ഉണങ്ങി, വടുക്കൾ പോലും ആഞ്ഞു തുടങ്ങി. പുതിയ പ്രഭാതം, പുതിയ സന്ധ്യകൾ, ചുറ്റും വർണ്ണങ്ങൾ. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, കള്ളവും ചതിയുമില്ലാതെ ജീവിക്കുന്നതിന്റെ ആത്മാഭിമാനം അവളിൽ തിളങ്ങി നിന്നു.